വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ സത്യമാണെങ്കിൽ ഹർഷനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പപ്പി ചോദിക്കുന്നുണ്ട് എന്താണ്. അന്നേരം ഇതാണ് കാർത്തികാൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ഇഷ്ടമുള്ള ഒരാൾ ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഉറപ്പാണോ എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ അതെ, അമ്മയുടെ ഫോണിലെ ഫോട്ടോ എനിക്ക് ഓർമ്മയുണ്ട്, എവിടെ കണ്ടാലും എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ നമുക്ക് പോയി പെട്ടെന്ന് കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ ഈ ഹർഷനാണെങ്കിൽ ആ ഫോണിൽ ദേഷ്യത്തോടെ ഇങ്ങനെ ആരോട് ആണല്ലോ. അന്നേരം ആൾ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, ഫോൺ ചെയ്ത് കഴിയട്ടെ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ അന്നേരം ഹർഷൻ അങ്ങ് ഫോണിൽ ഹർഷായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം കുറഞ്ഞില്ലെങ്കിലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പപ്പി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പപ്പിയുടെ വിഷ്ണുവച്ചന് വേണ്ടിയിട്ടല്ലേ, രണ്ടും കൽപ്പിച്ച് നമുക്കങ്ങ് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാമെന്ന് സത്യ പറയുന്നുണ്ട്. തുടർന്ന് ഹർഷനാണെങ്കിൽ അങ്ങ് കാറിൻ്റെ ഫ്രണ്ട് ഡോർ അങ്ങ് തുറക്കുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അന്നേരം കയറാൻ പോകുന്നു. പിന്നെ നമ്മൾ എങ്ങനെ പറയും എന്നിങ്ങനെ പപ്പി നോക്കി വിഷമിക്കുമ്പോൾ ഇനി ഒന്നും നോക്കണ്ട, നമ്മൾ രണ്ടുപേരും ആ കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറുന്നു. എന്നിട്ട് അങ്കിളിന് ദേഷ്യം കുറയുമ്പോൾ വഴിക്ക് വെച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം, അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറയുമ്പോൾ ആ ഡിക്കിയിലേക്കോ എന്നിങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ട്. അന്നേരം അതല്ലാതെ വേറെ വഴിയില്ല, ഒന്നും ആലോചിക്കാനില്ല, പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് ചെന്ന് ആ കാറിൻ്റെ ബാക്കിലേക്ക് ചെന്നിട്ട് ഡിക്കി തുറന്നിട്ട് രണ്ടുപേരും അതിനകത്തോട്ട് കയറി ഇരിക്കുകയാണ്. പക്ഷേ ഹർഷനാണെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ഹർഷനും ഫോൺ വെച്ച ശേഷം കാറിനകത്തേക്ക് കയറുന്നുണ്ട്. വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. അന്നേരം പമ്മി ഇരുന്നോ പപ്പി എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം ശ്യാമ ആൻറ്റിയോട് കാര്യങ്ങൾ പറയണ്ടേന്ന് സത്യ ചോദിക്കുമ്പോൾ അതിനല്ലേ ഫോൺ ഇരിക്കുന്നത്, ഫോൺ വിളിച്ച് പറയാമെന്ന് പപ്പി പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ അമ്പലത്തിൽ കാർത്തികയാണെങ്കിൽ ഡ്രസ്സിങ് റൂമിൽ അങ്ങനെ കല്യാണ വേഷത്തിൽ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ടൊരു ബ്രേസ്ലെറ്റാണ് ഇങ്ങനെ കാണിക്കുന്നത്, കൊലുസല്ല ബ്രേസ്ലെറ്റാണ്. എന്നിട്ട് അതിങ്ങനെ കയ്യിലേക്ക് അണിയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതെൻ്റെ അമ്മായിയമ്മ സ്നേഹത്തോടു കൂടി എനിക്ക് സമ്മാനിച്ചതാണ്, ഇതണിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ മരുമകളാകും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് വന്നു ചേർന്നത് കൊള്ളാം. പിന്നെ ഹർഷനെ എവിടെയെങ്കിലും വെച്ച് ഒരിക്കലും ഞാൻ കാണുമ്പോൾ എനിക്ക് മുഖത്ത് നോക്കി തന്നെ പറയണം, ഹർഷനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന സുഖ സൗഭാഗ്യങ്ങളും സ്വത്തും പണവും ഒക്കെ എനിക്ക് കിട്ടിയത് എന്നിങ്ങനെ നന്ദിയുണ്ട് എന്നിങ്ങനെ പറയണം എന്നൊക്കെ ഇങ്ങനെ സ്വയം അങ്ങോട്ട് വിചാരിക്കുകയാണ്. നാളെ മുതൽ ഞാൻ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയാണ്, അല്ല സത്യഭാമയുടെ മരുമകളാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മധുശ്രീ പറഞ്ഞതുപോലെ ഇത് വന്നു കയറിയ മഹാലക്ഷ്മിയല്ല, എനിക്ക് വിളിച്ചു തന്ന മഹാലക്ഷ്മി തന്നെയാണ്. അപ്പോൾ ഇത് ഞാനായിട്ട് കൈവിടാനായിട്ട് പാടില്ല, നാളെ ഞാൻ ഇതിനേക്കാൾ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഹങ്കാരത്തോടു കൂടിയൊക്കെ ഇങ്ങനെ മനസ്സിലങ്ങ് കോട്ട കെട്ടുകയാണ്. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാർത്തികയുടെ അച്ഛനും അമ്മയും കൂടി രാജേന്ദ്രനും ശൈലജയും കൂടി വന്ന് നിൽക്കുന്നത്. പക്ഷെ അവരെ കാണുമ്പോൾ ഒന്നല്ലാതെ ചെറുതായിട്ട് കാർത്തിക ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. തുടർന്ന് കാർത്തിക ഇങ്ങനെ അച്ഛാന്ന് വിളിക്കുമ്പോൾ, അപ്പോൾ നീ ആ വിളി മറന്നിട്ടില്ലല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടു മറന്ന കഥകളിലേക്ക് പോലെ പഴയ കാര്യങ്ങളൊക്കെ മറക്കുകയാണല്ലോ ചെയ്യുന്നത്, നീ പോയി സത്യഭാമയുടെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണല്ലോ, അപ്പം നിനക്ക് ഇവളെ ഓർമ്മയുണ്ടോ, ഇതെൻ്റെ ഭാര്യ ശൈലജയാണ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇന്ന് എൻ്റെ വിവാഹമാണ് എന്നിങ്ങനെ പറയുമ്പോൾ അന്നൊരിക്കൽ നിനക്ക് വേണ്ടി ഞാനും ഒരു വിവാഹം ആലോചിച്ചതല്ലേ, അവിടെ നിന്നല്ലേ നീ ഞങ്ങളെല്ലാം ചതിച്ചുകൊണ്ട് കണ്ണിരെ ആഴ്ത്തിക്കൊണ്ട് പ്രേമിച്ച പുരുഷന് വേണ്ടി ഓടിയത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്, വിവാഹമാണെന്ന് അറിയുമ്പോൾ എന്നെ ആശീർവദിക്കുകയല്ലേ ചെയ്യേണ്ടത്, സത്യാമ്മ വിഷ്ണുവേട്ടനെ കൊണ്ട് ഇന്ന് എന്നെ താലി കെട്ടിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഹർഷനവും ചോദിക്കുകയാണ്, ഹർഷന് വേണ്ടിയിട്ടല്ലേ നീ അന്ന് ഞങ്ങളെല്ലാം മോശക്കാരാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്, എന്നിട്ടിപ്പോൾ വിഷ്ണുവോ ഈ സ്വത്തും പണത്തിലും ഒക്കെ നീ വീണിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജേന്ദ്രൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഹർഷൻ തിരിച്ചു വന്നാൽ നീ എന്ത് ചെയ്യും, കല്യാണം നടക്കുന്നതോടുകൂടി ശാലിനി മേഡത്തിൻ്റെ അവസ്ഥ എന്താവും, നീ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് മോളെ നല്ലത് എന്നൊക്കെ ഈ രണ്ടുപേരും മാറി മാറി ശൈലജയും രാജേന്ദ്രനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അന്നേരം കാർത്തിക മനസ്സിൽ കരുതുകയാണ്, ഹർഷൻ തിരിച്ചു വരില്ല എന്നും മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് ഇവരെ എങ്ങനെയാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്, ഇനിയിപ്പോൾ പറഞ്ഞാലും ഞാൻ സത്യാമ്മയുടെ സ്വത്തൊക്കെ കണ്ട് മഞ്ഞളിച്ചിട്ട് ഹർഷനെ തള്ളി പറയുന്നെന്ന് ഇവർ കരുതൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്നും രാജേന്ദ്രൻ ശൈലജ ഈ കാർത്തിക പറയുന്നുണ്ട് ഇവരോട്, വിവാഹമാണെന്നറിയുമ്പോൾ എന്നെ ആശീർവദിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്, നല്ല അച്ഛനും അമ്മയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ, നല്ല അച്ഛനും അമ്മയും അല്ലാന്ന് നീ നേരത്തെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നല്ലോ, അതല്ലേ ഒരു നാട്ടുകാരെയും വീട് മൊത്തം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് നീ ഓടിപ്പോയത്, അപ്പോൾ പിന്നെ അതിനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല എന്നിങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് നീ കല്യാണത്തിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടത്, സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ മോളെ കല്യാണം കഴിക്കേണ്ടത്, നീ ഹർഷനും തമ്മിലാണ് സ്നേഹിച്ചത്, പക്ഷേ ഇവിടെ നീയും വിഷ്ണുവും എന്ന് പറഞ്ഞിട്ട് ശൈലജയാണെങ്കിൽ കാർത്തികയുടെ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ കൈ പെട്ടെന്ന് അങ്ങ് കാർത്തിക അങ്ങോട്ട് വലിച്ചു മാറ്റുകയാണ്. തുടർന്ന് രാജേന്ദ്രൻ സ്നേഹത്തോട്
സ്നേഹത്തോടുകൂടി പറയുന്നുണ്ട്, മോളെ ഇതിൽ നിന്ന് പിന്മാറണം, ആരുടെയും കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് നമുക്കൊരു വിവാഹം സുഖ സൗകര്യം ഒന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാർത്തിക് ഇങ്ങനെ മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഇല്ല, നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ അങ്ങോട്ടത്തേക്ക് വരികയാണ്. അന്നേരം ഭാമയെ കണ്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അച്ഛനും അമ്മയും വന്നപ്പോൾ മകളെ കണ്ട് ആശീർവദിക്കാനും വിവാഹത്തിൽ പങ്കെടുക്കാനും ഒക്കെയാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ വിവാഹം മുടക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ മണ്ഡപത്തിലേക്ക് തന്നെ നിങ്ങൾ കയറില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് സത്യഭാമയെ ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് രാജേന്ദ്രനും ശൈലജയും കൂടി സത്യഭാമയോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഒന്നും പറയണ്ട, നിങ്ങൾക്ക് ഈ സത്യഭാമയാണ് ഈ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുമെന്നാണ് നിങ്ങളുടെ ആവലാതിയെങ്കിൽ ഈ സത്യഭാമ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മകൾക്ക് ഒന്നും സംഭവിക്കില്ല, അത് ഞാൻ തരുന്ന വാക്കാണ്. പിന്നെ നിങ്ങൾക്ക് വിവാഹം കൂടണം, സന്തോഷമായിട്ട് പങ്കെടുക്കാം എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, എങ്കിൽ ഉണ്ടാകുന്ന എല്ലാ ചടങ്ങുകളിലും നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം സദ്യയൊക്കെ ഉണ്ട്, മകനെയും മരുമകനെയും ആശീർവദിച്ച് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, തീരുമാനം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ അവരെ സംസാരിക്കാനായിട്ട് സത്യഭാമ അനുവദിക്കുന്നില്ല. ഹർഷൻ്റെ കാര്യം ഒന്നും പറയാനായിട്ട് അവിടെ അനുവദിക്കുന്നേ ഇല്ല. ഭാമയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, ഭാമ മാത്രം സംസാരിക്കും, വേറെ ആരെയും സംസാരിക്കാനായിട്ട് അനുവദിക്കത്തുമില്ല. തുടർന്ന് എന്താണ് തീരുമാനം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സ്ത്രീ ഞങ്ങളെ ഒന്നും പറയാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളത്. അത് അവർക്ക് നേരത്തെയും മനസ്സിലായതാണ്. തുടർന്ന് ഇനി ഞങ്ങളുടെ തീരുമാനത്തിന് എന്താ പ്രസക്തി എന്നിങ്ങനെ രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം എങ്കിൽ നിങ്ങൾക്ക് മണ്ഡപത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ശൈലജയെന്ന് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം മോളെ എന്നിങ്ങനെ രാജേന്ദ്രൻ വിളിക്കുന്നുണ്ട്. പക്ഷേ കാർത്തിക പെട്ടെന്നങ്ങ് മുഖം തിരിക്കുകയാണ്. അന്നേരമാണ് ശൈലജയെന്ന് ശൈലജയും വിളിച്ചുകൊണ്ട് രാജേന്ദ്രൻ അമ്പലത്തിലേക്ക് പോകുന്നത്. തുടർന്ന് ഭാമയാണെങ്കിൽ കാർത്തികയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ചടങ്ങ് നടക്കുന്നവരെ പല സ്ഥലത്തു നിന്നും പ്രതികരണങ്ങളും മുടക്കങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷേ ഇതിപ്പോൾ നടക്കേണ്ടത് നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഈ സത്യഭാമയ്ക്കാണ്. ചിലരുടെയൊക്കെ മുമ്പിൽ എനിക്ക് തലയുയർത്തി പിടിച്ച് ചില മറുപടി കൊടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, ഇതെൻ്റെ ആവശ്യമാണെന്നിങ്ങനെ എടുത്തെടുത്ത് ഭാമ പറയുമ്പോൾ കാർത്തികയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. അന്നേരം വേറെ ആരും മുടക്കാൻ ശ്രമിച്ചാലും ഭാമ ഈ കല്യാണം നടത്തുമെന്നുള്ളത് കാർത്തിക അവിടെ വിശ്വസിക്കുകയാണ്. ഇതേസമയം അവിടെ ഹോസ്പിറ്റലിൽ ശാലിനിയുടെ അടുത്ത് ഇങ്ങനെ ശ്യാമ ഇരിക്കുകയാണ്. പക്ഷേ ശാലിനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഓർമ്മ കണ്ണ് തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ശാലിനിയുടെ മനസ്സിലേക്ക് ആ ഓർമ്മയൊക്കെ വരികയാണ്. ഹർഷനെ അവിടെ വെച്ച് കണ്ടതും ഇങ്ങനെ വണ്ടി ഇടിച്ചതും പിന്നീട് ഹർഷൻ തന്നെ ഹോസ്പിറ്റലിൽ കാറിലേക്ക് എടുത്തു വെക്കുന്നത് വരെയുള്ള ഓർമ്മ ശാലിനിയുടെ മനസ്സിലുണ്ട്. അന്നേരം കൈ ഇങ്ങനെ അനക്കുമ്പോൾ ശ്യാമ അത് കാണുകയാണ്. അന്നേരം കുഞ്ഞേച്ചി എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ നഴ്സ് ഓടി വരുന്നുണ്ട്. അന്നേരം ഉണർന്നു തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ചിലപ്പോൾ വേദന കാണും, പിന്നെ മയങ്ങാനായിട്ട് പ്രയാസമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശ്യാമ ഇങ്ങനെ വീണ്ടും വിളിക്കുകയാണ്. അന്നേരം പിന്നെ ശാലിനി ആണെങ്കിൽ ഇങ്ങനെ ഓർമ്മ വീഴുന്നുണ്ട്. ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോഴും ആ ഹർഷനെ കണ്ടതും വണ്ടി ഇടിച്ചതും ഒക്കെയാണ് ഇങ്ങനെ ശാലിനിയുടെ മനസ്സിൽ. എന്നിട്ട് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. അന്നേരം നഴ്സ് വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വേദന ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കാം, ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ശാലിനി അങ്ങോട്ട് എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് രജിസ്റ്ററിലുണ്ട്, ആരാണെന്നുള്ള രജിസ്റ്ററിലുണ്ടെന്ന് പറയുകയാണ്. അന്നേരം ആ പേരൊന്ന് ചെക്ക് ചെയ്യും, എന്നിട്ട് എൻ്റെ അടുത്ത് പറയുമോ, ഹർഷൻ എന്നോ മറ്റോ ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നഴ്സ് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, ആരായി ഹർഷൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയാണോ തേടി നടന്നത് അത് തന്നെയാണ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചത്, കാർത്തികയുടെ ഹർഷനാണ്, കാർത്തിക വിവാഹം കഴിക്കാതിരുന്ന ഹർഷനാണെന്നൊക്കെ ഇങ്ങനെ ശ്യാമയോട് പറയുന്നുണ്ട്. തുടർന്ന് നഴ്സ് വന്ന് പറയുന്നുണ്ട്, ഹർഷനാണ്, പേര് അത് തന്നെയാണ്. അന്നേരം അയാൾ പുറത്തുണ്ടോ, ഒന്ന് വിളിക്കൂ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഇല്ല, മാഡത്തിൻ്റെ വീട്ടിൽ നിന്നും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾ പോകുമെന്ന് പറഞ്ഞിരുന്നു, ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് ആകെ അങ്ങ് നിരാശയാവുകയാണ്. തുടർന്ന് ആ ഷീറ്റൊക്കെ എങ്ങോട്ട് മാറ്റിയിട്ട് നേരെ ശാലിനി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈശ്വരൻ കൈവെള്ളയെ കൊണ്ടു തന്നത് എന്നിൽ നിന്ന് തട്ടി മാറ്റിക്കുകയാണല്ലോ, ഞാൻ എത്രത്തോളം വിഷ്ണുവേട്ടനോളം അടുക്കാനായിട്ട് ശ്രമിക്കുന്നു അത്രത്തോളം ഇത് എന്നെ തട്ടി മാറ്റുകയാണ്, എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ തന്നെയാണ് എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുത്തുകയാണ്. അന്നേരം ഹർഷനെ തന്നെയാണോ, കുഞ്ഞേച്ചിക്ക് തോന്നിയതാണോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഹർഷൻ്റെ ഫോട്ടോയും കൊണ്ട് എത്രയും പെട്ടെന്ന് കാർത്തികയുടെ മുന്നിൽ ഹർഷനെ കൊണ്ടെത്തിക്കാനായിട്ട് നടന്ന എനിക്ക് ആളിനെ തെറ്റില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആളിനെ മനസ്സിലാകും, അത് ഹർഷൻ തന്നെയാണ്, പക്ഷേ എനിക്ക് അനുഭവിക്കാനുള്ള യോഗം ഇല്ലല്ലോ, ഭാഗ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അന്നേരം ഇല്ല കുഞ്ഞേച്ചി, ഇതൊന്നും മനഃപൂർവ്വം ആരും ചെയ്യുന്നതല്ലല്ലോ എന്ന് പറയുമ്പോൾ അതെ, അതാണ് ഞാൻ പറഞ്ഞത്, വിധിയാണ്, എൻ്റെ കാര്യത്തിൽ മാത്രം വിധി ഇങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. തുടർന്ന് എത്ര മണിയായി ചോദിക്കുമ്പോൾ ശ്യാമ പെട്ടെന്ന് ഫോണിൽ നോക്കിയിട്ട് 11 മണി എന്ന് പറയുകയാണ്. അന്നേരം 12-നും
30-30-30 മുഹൂർത്തം. ഈ 1 മണിക്കൂറിനകത്ത് ആരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ 12 മണി കഴിയുമ്പോൾ എന്നെയും വിഷ്ണുവേട്ടൻ്റെയും ഇടയിലേക്ക് ഒരാൾ കടന്നു വരും, കാർത്തിക. പിന്നീട് ഞാൻ വിഷ്ണുവേട്ടന് അന്യയായി മാറും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അന്നേരം അതൊന്നും ഒരിക്കലും നടക്കില്ല കുഞ്ഞേച്ചി. വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ നിന്നും കുഞ്ഞേച്ചിയെ പറിച്ചെറിയാനായിട്ട് ആർക്കും സാധിക്കില്ല. കുഞ്ഞേച്ചിയാണ് വിഷ്ണുവേട്ടൻ സ്നേഹിച്ചതെന്നൊക്കെ പറഞ്ഞ് ശ്യാമ ആശ്വസിപ്പിക്കുകയാണ്. അന്നേരം നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നറിയാം, പക്ഷേ ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്. കാർത്തിക ആദ്യം ഒരു അജണ്ടയിലാണ് വിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്ക് വന്നത്, പക്ഷേ ഇപ്പോൾ അവൾ നിൽക്കുന്നത് സത്യാമ്മയുടെ മരുമകളുടെ സ്ഥാനത്താണ്. വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ അവളില്ലെങ്കിലും സത്യാമ്മയുടെ മനസ്സിൽ അവളുണ്ട്. അപ്പോൾ സത്യാമ്മയിലൂടെ വിഷ്ണുവേട്ടൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാം എന്നാണ് അവൾ വിചാരിക്കുന്നത്. പക്ഷേ അത് സാധിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ അവളുടെ വിചാരം അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ആകെ വിഷമിച്ച് ശാലിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശ്യാമയ്ക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഈ ശാലിനിയുടെ സങ്കടം കണ്ടിട്ട്. അതേസമയം ഈ കുട്ടികളിങ്ങനെ വണ്ടിയിൽ ഡിക്കിയിലിരിക്കുകയാണല്ലോ. അന്നേരം സത്യ ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടത്തേക്കായി പോകുന്നതെന്ന്. അന്നേരം ഹർഷനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ടത്തേക്ക് ഞങ്ങളും പോകുന്നു. വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഹർഷനങ്ങളിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു, കാർത്തികായൻ്റെ വിളിച്ചു കൊണ്ടുപോകാൻ പറയുന്നു. അങ്ങനെ കല്യാണം അങ്ങോട്ട് മുടങ്ങുന്നു എന്നിങ്ങനെ പപ്പി പറയുകയാണ്. തുടർന്ന് അപ്പോൾ പപ്പിയുടെ വിഷ്ണുവച്ചനെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നൊക്കെ സത്യ പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട്, പറഞ്ഞു തീർന്നപ്പോൾ കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ, നടന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. തുടർന്ന് അമ്മ ഇപ്പോൾ ഉറക്കം എണീറ്റ് കാണും, നമുക്കൊന്ന് വിളിച്ചു പറഞ്ഞു നോക്കാം, നമ്മൾ ഹർഷനങ്ങളിൻ്റെ പിന്നാലെയാണ് പോകുന്നതെന്ന്. അന്നേരം പിന്നാലെയല്ല, പിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ട് പപ്പി അങ്ങോട്ട് ഫോൺ എടുക്കുകയാണ്. തുടർന്ന് ശാലിനി അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനി 55 മിനിറ്റാണുള്ളത്. ഇതിനുള്ളിൽ എങ്ങനെ ആരെങ്കിലും ഹർഷനെ കൊണ്ടുവന്ന് സത്യാമ്മയുടെ മുന്നിൽ എത്തിച്ച് കാർത്തികയെക്കുറിച്ചുള്ള സത്യങ്ങൾ പറയണമെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ അതെന്തായാലും നടക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് കണ്ണടച്ച് കിടക്കാം, എന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഉണ്ടാക്കിയ ആക്സിഡൻറ്റ് കുറച്ചുകൂടി ശക്തിയായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിത്തരാൻ, അല്ലാതെ വേറൊന്നും സംഭവിക്കില്ലല്ലോ, ദൈവമല്ലേ എന്തും നടത്തിത്തരും, പ്രാർത്ഥിച്ചാൽ എന്ത് നടത്തിത്തരും എന്നൊക്കെ ഇങ്ങനെ ശാലിനി സങ്കടം കൊണ്ട് പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. ദൈവം പ്രാർത്ഥിച്ചാൽ എന്തും നടത്തിത്തരും, എന്തെങ്കിലും ഒരു വഴി കൃഷ്ണൻ നമ്മുടെ മുന്നിൽ തുറന്ന് കാണിച്ചു തരും കുഞ്ഞേച്ചി എന്നിങ്ങനെ ശ്യാമ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പപ്പിയാണെങ്കിൽ ഫോൺ ചെയ്യുന്നത്, ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നിൻ്റെ ഫോണിൽ നിന്നാണ് എനിക്ക് കോള് വരുന്നതെന്ന്. അന്നേരം ഫോൺ പപ്പിയുടെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ ശാലിനി ഫോൺ എടുക്കുന്നുണ്ട്. എന്താ പപ്പി മോളെ ചോദിക്കുമ്പോൾ, നമ്മളിപ്പോൾ ആരുടെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സത്യയുടെ അമ്മയ്ക്ക് അറിയാമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അന്നേരം കാറിലോ എന്ന് പറഞ്ഞിട്ട് ഇവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ശ്യാമയോട് പറയുകയാണ്. അന്നേരം ഞാനവരുടെ പുറത്ത് നിർത്തിയിരിക്കുകയാണല്ലോ, പിന്നെ ഇവർ കാറിൽ എങ്ങനെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ സംഭവം എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യം അങ്ങോട്ട് ഫോൺ വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട്, കാർത്തിക ആൻറ്റിയെ കല്യാണം കഴിക്കാനിരുന്ന ഹർഷൻ അങ്കിളിനെ നമ്മൾ പുറത്ത് വെച്ച് കണ്ടമ്മേ, ആ അങ്കിളിൻ്റെ കാറിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. അന്നേരം ഹർഷനെയോ എന്നിങ്ങനെ ശാലിനി എടുത്ത് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും പപ്പി ഫോൺ മേടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ആ സത്യയുടെ അമ്മയെന്നാണ് വിളിക്കുന്നത്, ചേച്ചിയമ്മയെന്ന് പപ്പിയോട് വിളിക്കുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട്, അങ്കിളിൻ്റെ കൂടെ പോവുകയാണ്. വണ്ടി നിർത്തുമ്പോൾ അങ്കിളിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷ്ണുവച്ചൻ്റെയും കാർത്തികാൻ്റെയും വിവാഹം മുടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ സത്യയുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങളല്ലാതെ പിന്നെ വേറെ ആരാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്കിളിനോട് പറഞ്ഞ് ഞങ്ങൾ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്തൊക്കെയാണ് മക്കളെ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ശാലിനിയും വിഷമിക്കുകയാണ്. തുടർന്ന് പപ്പിയോട് പറയുന്നുണ്ട്, മോള് ആ ലൊക്കേഷൻ ഇങ്ങോട്ട് ഇട്ടതാ, ചേച്ചിയമ്മ പെട്ടെന്ന് എത്താമെന്ന് പറയുകയാണ്. അവിടെ ചേച്ചിയമ്മ എന്ന് ശാലിനി സംസാരിക്കുന്നുണ്ട്, പപ്പി മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. തുടർന്ന് പപ്പിയാണെങ്കിൽ അവർ പോകുന്ന ആ ലൊക്കേഷൻ, പിന്നെ കാറിൻ്റെ ലൊക്കേഷൻ, പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ ശാലിനിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്, മക്കളിപ്പോൾ ആരുടെ കാറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞേച്ചി എന്ന്. അന്നേരം അവർ ഹർഷൻ്റെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞതുപോലെ കൃഷ്ണ ഭഗവാൻ കാത്തു, വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം മുടക്കാൻ വേണ്ടി എൻ്റെ മക്കളാണ് ഇപ്പോൾ മുന്നിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, അല്ല നമ്മുടെ മക്കൾ എന്നിങ്ങനെ ശാലിനി പെട്ടെന്ന് തിരുത്തി പറയുന്നുണ്ട്. എന്നിട്ട് ശ്യാമയ്ക്കൊന്ന് സന്തോഷമാവുകയാണ്. അതിനുശേഷം അവിടെ പപ്പി പറയുന്നുണ്ട് സത്യയോട്, ഇപ്പോൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, സത്യയുടെ അമ്മ ഇപ്പം എത്തുമെന്ന് പറയുകയാണ്. അതേസമയം ഈ ഹർഷനൊന്നും അറിയുന്നില്ലേ കുട്ടികൾ കാറിനകത്തിരിക്കുന്നതൊക്കെ. തുടർന്ന് വാ എന്നും പറഞ്ഞ് ശ്യാമയുടെ കൈ പിടിക്കുമ്പോൾ, കുഞ്ഞേച്ചി ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ കുട്ടികളെയും കൂട്ടി ഹർഷനെയും കുട്ടികളെയും കൂട്ടി കല്യാണ മണ്ഡപത്തിൽ എത്തിക്കോളാം. ഇപ്പോൾ 40 മിനിറ്റ് ഉണ്ട്, ഭഗവാൻ കാക്കുകയാണെങ്കിൽ 400 മിനിറ്റിൻ്റെ ഫലം ചെയ്യും, എന്തായാലും കല്യാണം മുടങ്ങുക തന്നെ ചെയ്യും, എനിക്കിപ്പോൾ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനി ആകെ അങ്ങ് ധൈര്യത്തിലാണ്, സന്തോഷത്തിലാണ്. ശ്യാമയും അതെ. തുടർന്ന് ശ്യാമയുടെ കൈയും പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ശ്യാമ അങ്ങ് വീട്ടിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശാലിനി ലൊക്കേഷൻ അയച്ച ഈ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ. അപ്പോൾ വഴിക്ക് വെച്ച് ഹർഷനെ കാണും ശാലിനി.
തുടർന്ന് അപ്പോൾ ഹർഷനും ശാലിനിയും തമ്മിൽ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഹർഷൻ അവിടെ മനസ്സിലാകും തന്നെ അന്വേഷിച്ച് വന്ന മേഡത്തെയാണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നുള്ളത്. തുടർന്ന് ആ വഴിക്ക് വെച്ചാണ് കാർത്തികയെ വീഡിയോ കോൾ ചെയ്യുന്നതും കാര്യങ്ങൾ പറയുന്നതുമൊക്കെ. തുടർന്ന് അവർ കല്യാണ മണ്ഡപത്തിലേക്ക് പോകും. പക്ഷേ ഇനിയുള്ള എപ്പിസോഡുകളിൽ സത്യഭാമയ്ക്ക് സംസാരിക്കാനുള്ള അവസരമില്ല. ഇത്രയും നാൾ തകർത്താടിയ സത്യഭാമയ്ക്ക് ഒരക്ഷരം പോലും മിണ്ടാനുള്ള ഇത് ഇനിയുള്ളതിലില്ല. എല്ലാം തല താഴ്ത്തി കേട്ടു നിൽക്കാനും സങ്കടപ്പെടാനും മാത്രമേ സത്യഭാമയ്ക്ക് കഴിയുള്ളൂ. വിഷ്ണു ഒക്കെ സത്യഭാമയെ എതിർത്ത് സംസാരിക്കും. ഒരക്ഷരം മിണ്ടാതെ ഭാമ കേട്ടുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. തൻ്റെ തെറ്റാണ് എന്നുള്ളത് അവിടെ ഭാമയ്ക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്